ആക്ച്വലി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ വിഷമത്തോടെ കാണുന്ന ഒരു കാര്യമാണിത്. സോ ഇങ്ങനെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഇതുപോലെ റാഗിങ് ഇഷ്യൂസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ 2025 ഇത് കുറച്ച് കൂടുതലായി പോയി. അതെനിക്ക് അത്രേ പറയാനുള്ളൂ മെയിനായിട്ട്. സോ അത് മാത്രമല്ല, ഇപ്പോൾ ഇവര് സ്റ്റുഡൻസിനെ പരീക്ഷ എഴുതിപ്പിച്ചു എന്ന് പറഞ്ഞ പലരും പല രീതിയിൽ അതും പറഞ്ഞു വന്നിട്ടുണ്ട്. സോ ഞാൻ അവരെ എതിർത്ത് പറയുന്നില്ല. സോ ഇതില് ക്രൈം ചെയ്തവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അതിൽ ഒരാൾ ചെയ്ത ക്രൈമിനോ അല്ലെങ്കിൽ രണ്ടുപേര് ചെയ്ത ക്രൈമിനോ ഇതിൽ ചിലപ്പോൾ പെടാത്ത ഒരാളുണ്ടാവും, ചിലപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ച ഒരാളാവും. അങ്ങനെ ഒരാളുടെ ഭാവി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. സോ ഇത് കണ്ടിട്ട് എത്ര പേര് എന്റെ കമന്റ് ബോക്സിൽ ഞാൻ തെറി പറയുമെന്ന് എനിക്കറിയില്ല. സോ അത് ഞാൻ അതിനു വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. മോസ്റ്റ്ലി ക്രിമിനൽസിന് എനിക്ക് ഇഷ്ടമല്ല. സോ അത് ഏത് ഏജിലുള്ള ആയാലും സോ ലൈഫിൽ ഇഷ്യൂ ചെയ്യാതെ ഇതുപോലെ ഇതിനു മുമ്പ് കേരളത്തിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ അന്നൊന്നും ഇതുപോലൊരു ആക്ഷൻ ആരും എടുത്തിട്ടില്ല. സോ നട റോട്ടിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് തൃശ്ശൂരുണ്ടായ അടുത്തൊരു ഇൻസിഡന്റ്, ലൈക്ക് പബ്ലിക്കായിട്ട് കിഡ്നാപ്പ് ചെയ്യുന്നു ലൈവായിട്ട് പട്ടാപ്പകല് നടന്നിട്ട് ഇങ്ങനെ ക്രൈം നടന്നിട്ട് പോലും അത് 4 ദിവസം കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്തു, അവരെ സേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ മാക്സിമം ഇത് അനുവദിച്ചു കൊടുത്തോളൂ. ഒന്ന് അവർ ചെയ്ത മിസ്റ്റേക്കാണ്, തെറ്റാണ്, ഓക്കെ എന്ന് വിചാരിച്ച് അവരുടെ ഫ്യൂച്ചർ കളയേണ്ട ആവശ്യമില്ല. ഇതേസമയം നിങ്ങളുടെ മക്കൾ എങ്ങനെ ഉണ്ടായെങ്കിൽ നിങ്ങൾ അതേ കാല് പിടിച്ച് ഇതേ ജനങ്ങൾ വരും. പക്ഷെ ഇതൊരു കാര്യമുണ്ട്, ഇങ്ങനെ കേസ് നടക്കുമ്പോഴേ ആളുകൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇപ്പം ജിഷാബാദ കേസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയപ്പോഴും ആളുകൾക്ക് ആ ടൈമിൽ വയലന്റ് ആയെങ്കിലും പിന്നെ ആ ഒരു ഇൻസിഡന്റ് കഴിയുമ്പോൾ ആ ഒരു വയലൻസ് ആളുകൾക്ക് ഉണ്ടാവില്ല. വൺ ഡേ ഒരു TRP പോലെയാണ് ഇവിടെയുള്ള നമ്മൾ. ഞാൻ ഈ വീഡിയോ ചെയ്തത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും എതിർക്കാനോ അല്ല. സോ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഡയറക്റ്റ് വീട്ടിലിരുന്ന് വീട്ടുകാരോട് പറയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഞാൻ ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. സോ ഇത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. സോ നമ്മൾ രണ്ട് സൈഡും നോക്കണം മെയിനായിട്ട്. സോ ഇപ്പോൾ ഒരു എക്സാം എഴുതി ഓക്കെ, പ്രായത്തിന്റെ പക്വത അതിന്റെ ഇതും കൊണ്ട് പറയാം. ബട്ട് അതിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പോൾ ഒരു എങ്ങനെയുള്ള ക്യാരക്ടർ മെന്റാലിറ്റി ചിലപ്പോൾ നാളെ തെറ്റ് ചെയ്യില്ല എന്നും പറയാനും പറ്റില്ല. സോ എന്ത് തന്നെയായാലും നമ്മൾ ഇത്രയും വാശി പിടിച്ച ജനങ്ങൾ ഇതിന് പുറകെ ഓടി നാളെ വലിയൊരു ഇഷ്യൂ ആക്കി ക്രിയേറ്റ് ചെയ്ത് സോ അതിനെ നീട്ടി വലിച്ചുകൊണ്ട് പോകണം. അപ്പൊ കാണുന്നവർക്ക് വീണ്ടും ദേഷ്യം വരും, നാളെ ക്രൈം ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് പണി കൊടുക്കണമെന്ന് വിചാരിക്കും. സോ ഇപ്പൊ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള അധികം വയലൻസ് നമ്മൾ ഗവൺമെന്റും എന്തായാലും കോർട്ടും ഇതിനുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ടല്ലോ. സോ അതിന്റെ പുറകെ നമ്മളൊരു കോടതി ആവണ്ട. സോ ഇപ്പോൾ മീഡിയം ജനങ്ങളിപ്പോൾ കോടതി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. സോ നമ്മൾ മാക്സിമം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.